Okay, നമ്മുടെ first problem. A 2-nodal truss element is shown in figure. The nodal displacement at U1 is equal to 5 mm and U2 is equal to 8 mm. Calculate the displacement at x is equal to L by 4, L by 3 and L by 2. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്രസ് എലമെൻറ്റ്, ഒരു ബാർ എലമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബാർ എലമെൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണ്. ആ എലമെൻറ്റിൽ രണ്ട് നോട്ട്സ് ഉണ്ട്, 1, 2 എന്നുള്ളതാണ് അവിടുത്തെ നോട്ട്സ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് നോഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് U1 is equal to 5 mm ആണ്, U2 is equal to 8 mm ആണ്. സോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് L/4, L/3, L/2 ഡിസ്റ്റൻസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ആകെ രണ്ട് സ്ഥലത്തെ നോഡുള്ളൂ. L is equal to 0യും സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലും എൻഡിങ് പോയിൻറ്റിലും മാത്രമേ നോഡുള്ളൂ. ഫസ്റ്റ് പോയിൻറ്റിൽ എല്ലിൻ്റെ വാല്യൂ ലെങ്ത് 0 ആണ്, സെക്കൻഡ് വാല്യൂ ലെങ്ത് L ആണ്. സോ ഈ രണ്ട് പോയിൻറ്റ്സിലെ നോഡുള്ളൂ. അതിൻ്റെ ഇടയ്ക്കത്തെ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഇത് വീഡിയോയിൽ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അങ്ങനത്തെ നോട്ട്സ് ഇല്ലാത്ത സ്ഥലത്തെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റോ സ്ട്രെസ്സോ സ്ട്രെയിനോ എന്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് ഷേപ്പ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ നമ്മളതിൻ്റെ സൊല്യൂഷനിലോട്ട് പോകുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് U1 is equal to 5 mm, U2 is equal to 8 mm ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L/4, L/3, L/2 ഡിസ്റ്റൻസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 ഡൈമെൻഷണൽ ബാർ എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. U is equal to N1 U1 plus N2 U2. അതിൽ N1ൻ്റെ വാല്യൂ L minus x/L ആണ്, N2ൻ്റെ വാല്യൂ x/L ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ഇക്വേഷനകത്തോട്ട് N1 N2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ N1ൻ്റെ വാല്യൂ L minus x/L into U1 plus x/L into U2. സോ ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഇക്വേഷൻ U is equal to N1 U1 plus N2 U2. അതിന് ഈ ഫോമിൽ നമ്മളിങ്ങനെ എഴുതി അല്ലേ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x is equal to L/4, L/3, L/2 ഡിസ്റ്റൻസിലെയാണ്. സോ ആ ഡിസ്റ്റൻസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് L/4 നമ്മൾ നോക്കുന്നു. L/4 ഡിസ്റ്റൻസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഈ എക്സിൻ്റെ അവിടെ L/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. മനസ്സിലായോ? അപ്പോൾ ഈ ഡിസ്റ്റൻസിനകത്ത് ഈ ഫോർമുലയ്ക്കകത്ത് എക്സിൻ്റെ അവിടെ L/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ L/4 ഡിസ്റ്റൻസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ എക്സിൻ്റെ അവിടെ L/3 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ L/3 ഡിസ്പ്ലേസ്മെൻറ്റിലുള്ള L/3 എന്നുള്ള ഡിസ്റ്റൻസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ദെൻ എക്സിൻ്റെ അവിടെ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ L/2 ഡിസ്റ്റൻസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടും. അതാണ് അടുത്തത് ചെയ്തിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് x is equal to L/4, x is equal to L/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആ നേരത്തെ ഫോർമുലയ്ക്കകത്ത്. സോ നേരത്തെ ഫോർമുലയ്ക്കകത്ത് L minus x/L, x/Lൻ്റെ അവിടെ L/4/L ഇൻറ്റു U1ൻ്റെ വാല്യൂ 5 എന്ന് വന്നിട്ടുണ്ട്, ഇൻറ്റു 5 പ്ലസ് L/4/L ആണ് നമ്മുടെ നേരത്തെ ഫോർമുല. x/L ആണ് നമ്മുടെ ഫോർമുല. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് L/4 ആണ്, L/4/L ഇൻറ്റു U2ൻ്റെ വാല്യൂ 8. സോ ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് U is equal to 5.75 mm എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അടുത്തത് ചെയ്താൽ മതി. x is equal to L/3 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് L/4 ഇട്ടെടുത്ത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ L/3 ഇട്ട് കൊടുക്കുന്നു. L/3 ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ U1ൻ്റെ അവിടെ 5 കൊടുക്കുന്നു. നേരത്തെ ഇവിടെ L/4 കൊടുത്തതിന് പകരം ഇവിടെ L/3/L കൊടുക്കുന്നു, ഇൻറ്റു U2ൻ്റെ വാല്യൂ 8 ആണ്, ആ 8 തന്നെ ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് അവിടെ യുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് 6 mm വരുന്നു. അടുത്തത് L/2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആ സെയിം ഫോമിലേക്കകത്ത്, ഇക്വേഷൻ 1-നകത്ത്. അങ്ങനെ L/2 കൊണ്ട് എക്സിൻ്റെ അവിടെ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് U is equal to 6.5 mm കിട്ടും. സോ നമുക്ക് വേണ്ട ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സിനകത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകൾ നമുക്ക് കിട്ടുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഷേപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമുക്ക് കിട്ടിയത്. സോ ഷേപ്പ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട്സ് ഇല്ലാത്ത പോയിൻറ്റിലെ ഡിസ്പ്ലേസ്മെൻറ്റുകളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ പ്രോബ്ലമാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, ചെയ്ത് നോക്കണം കേട്ടോ. ദെൻ സെക്കൻഡ് പ്രോബ്ലം, അടുത്ത പ്രോബ്ലം. കൺസിഡർ എ ബാർ എലമെൻറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ബാർ ഈസ് 750 mm². യങ്സ് മോഡുലസ് ഈസ് 2 × 10⁵ Newton per mm². If U is equal to 0.5 mm
and u2 is equal to 0.625 mm. Calculate the following. അപ്പം ഇവിടെ പറയുന്നുണ്ട് ഒരു ബാർ എലമെൻ്റ് ആണ്. ആ ബാർ എലമെൻറ്റ് നമുക്കിപ്പോൾ ഫിഗറിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫിഗറിനകത്ത് 2 നോട്ട്സ് ഉണ്ട്, 1, 2. അപ്പോൾ ആ 2 നോട്ട്സിനകത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബാറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 750 mm² ആണ്. യങ്സ് മോഡുലസ് 2 × 10⁵ N/m². ആണ്. ഈ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് u1ൻ്റെ വാല്യൂ 0.5 mm ആണ്, u2ൻ്റെ വാല്യൂ 0.625 mm ആണ്. ഇത്രയും ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഈ നോഡിൻ്റെ ഇടയ്ക്ക് ഒരു പോയിൻ്റ് പി തന്നിട്ടുണ്ട്. ആ പോയിൻ്റ് പിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ ഇതിൻ്റെ സ്ട്രെയിന്, സ്ട്രെസ്സ്, എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്, സ്ട്രെയിൻ എനർജി, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലോട്ട് പോകാം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം ഒന്ന് എഴുതി. ഏരിയ 750 mm², u1 ഇത്ര mm, u2 ഇത്ര mm, ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഈ ഡിസ്റ്റൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് x1 375 mm ഓൾറെഡി തന്നിട്ടുണ്ട്. x2 എന്ന് പറയുന്നത് 575 mm തന്നിട്ടുണ്ട്. x എന്നുള്ളത് 500 mm തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലോട്ട് പോകാം. സോ ആ ഫിഗർ ഒന്നുകൂടെ നമ്മൾ വരച്ചു. അതിൻ്റെ ഡിസ്റ്റൻസുകളെല്ലാം മാർക്ക് ചെയ്തു. 1 ഉം 2 മാർക്ക് ചെയ്തു. നടുക്കത്തെ പോയിൻ്റ് പി മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ബാറിൻ്റെ ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കണം. എങ്കിലേ നമുക്ക് ഇതിൻ്റെ ബാക്കി സൊല്യൂഷൻ പാർട്ടിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. സോ ലെങ്ത് ടോട്ടൽ x2 575 ആണ്, x1 375 ആണ്. സോ x2 - x1 ചെയ്താൽ നമുക്ക് ആ ബാറിൻ്റെ ടോട്ടൽ ലെങ്ത് L കിട്ടും. സോ L = x2 - x1 = 200 mm എന്ന് കിട്ടി. പിന്നെ ഈ പോയിൻറ്റും ഈ നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഈ ഡിസ്റ്റൻസ് എക്സിൻ്റെ വാല്യൂ 500 ആണ്, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 375 ആണ് അല്ലേ. സോ ഈ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ് ചെയ്താൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. x = 500 - 375 = 125 mm. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് 125 mm ആണ്. അടുത്തത് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഓഫ് 2 നോഡ് ബാർ എലമെൻറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. 2 നോഡുള്ള ബാർ എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ n1 u1 + n2 u2 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിനകത്ത് ആ n1ൻ്റെ വാല്യൂ L - x/L ആണ്, n2ൻ്റെ വാല്യൂ x/L ആണ് അല്ലേ. സോ നമുക്ക് ആ n1 ഒന്ന് കണ്ടുപിടിക്കാം. n1 = L - x/L. ഇവിടുത്തെ Lൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 200 അല്ലേ. സോ 200 - x എത്രയാണ് ഇവിടുത്തെ? x എന്നുള്ളത് 125 ആണ്. x എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് x കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡിസ്റ്റൻസ് 125. 200 - 125 L 200 തന്നെ. n1ൻ്റെ വാല്യൂ 0.375 വരും. n2ൻ്റെ വാല്യൂ x/L ആണ്. x/L എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 125/200, n2ൻ്റെ വാല്യൂ 0.625 ആണ്. മനസ്സിലായോ? സോ n1 n2 നമുക്ക് കിട്ടി. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ ഡിസ്പ്ലേസ്മെൻറ്റ്, പിയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പിയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n1 u1 + n2 u2 ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ u1 u2 എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. u1 തന്നിട്ടുണ്ട്, u2 തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫൈനലി n1 n2 കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. u = n1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ് 0.375 u1 + n2 × u2. അത് കണ്ടുപിടിക്കുമ്പം പിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് നമുക്ക് വേണ്ട സൊല്യൂഷൻ. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ് അടുത്ത പോയിൻ്റ് പി കിട്ടി. അടുത്ത കണ്ടുപിടിക്കേണ്ടത് സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെയിൻ ആണ് നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. സോ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ നമ്മുടെ തിയറി പാർട്ടിലൊന്നും വരാത്തൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മുടെ PDF-നകത്ത് ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ എല്ലാം കിടപ്പുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ നമ്മുടെ PPT-യുടെ കൂട്ടത്തിലൊരു മൊഡ്യൂൾ 5ൻ്റെ 6ൻ്റെ ഒരു PDF തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനൊക്കെ കിടപ്പുണ്ട്. ഡെറിവേഷനായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആകെ ആവശ്യം വരുന്ന പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക, പ്രോബ്ലം ചെയ്യാൻ ഉപകരിക്കും. ഓക്കെ, ഇതെങ്ങനെ വരുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ PDF-നകത്ത് നോക്കിയാൽ മതി. ഇക്വേഷൻ 2.25 ആണ്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. സ്ട്രെയിൻ E = matrix B × U*, where B is the strain displacement matrix.
ഈ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഓർമ്മയുണ്ടോ? നമ്മുടെ 46-ാമത്തെ സ്ലൈഡ് നോക്കുവാണെങ്കിൽ അതിൽ വരുന്നതാണ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. കണ്ടോ? മെട്രിക്സ് ബി ഈസിക്കലു dn1/dx dn2/dx. അതിൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. -1/L 1/L. സോ ഇതാണ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. നമ്മൾ പഠിച്ച ഒരു സാധനം. സോ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഇൻറ്റു യു എന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അതാണ്. സോ ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. -1/L 1/L പഠിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇവിടുത്തെ എല്ലിൻ്റെ വാല്യൂ 200 ആണ്. സോ -1/200 1/200 ആണ് ബിയുടെ വാല്യൂ. ഇനി യു വാല്യൂ കണ്ടുപിടിക്കണം. സോ യു വാല്യൂ ഇസിക്കൽ ടു ഇപ്പോൾ സ്ട്രെയിൻ ഇസിക്കൽ ടു ബി ഇൻറ്റു യു ആണ് നമുക്ക് തന്നിട്ടുള്ളത്. യു വാല്യൂ എന്ന് പറഞ്ഞാൽ യു വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന യു വാല്യൂസ്? U1 U2 തന്നിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ യു വാല്യൂസ്. അപ്പോൾ ഓക്കെ, ഇവിടെ നോക്കുക. നമുക്ക് ആ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഇവിടെ അറിയാം. യു വാല്യൂ നമുക്കറിയാം. സോ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഇസിക്കൽ ടു സ്ട്രെയിൻ ഇസിക്കൽ ടു ബി ഇൻറ്റു യു ഇസിക്കൽ ടു -1/200 1/200 ഇൻറ്റു U1 U2. U1ൻ്റെ വാല്യൂ U2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. സോ സ്ട്രെയിൻ ഇസിക്കൽ ടു 6.25 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, അപ്പോൾ ആ കണ്ടുപിടിച്ചത് എന്തുവാ? ആ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ട്രെയിനാണ്. ഇനി അടുത്ത സ്ട്രെസ്സ് കണ്ടുപിടിക്കണം. സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യങ്സ് മോഡൽസ് തന്നിട്ടുണ്ടോ നോക്കുക. യങ്സ് മോഡൽസ് തന്നിട്ടുണ്ട്. സ്ട്രെയിനും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സ്ട്രെയിന് കിട്ടിയിട്ടുണ്ട്, സ്ട്രെസ്സ് തന്നിട്ടുണ്ട്, അല്ല യങ്സ് മോഡൽസ് തന്നിട്ടുണ്ട്, സ്ട്രെയിനും അറിയാം. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഇസിക്കൽ ടു ഇ ഇൻറ്റു ഇ അല്ലേ, എന്ന് വെച്ചാൽ യങ്സ് മോഡൽസ് ഇൻറ്റു സ്ട്രെയിൻ. യങ്സ് മോഡൽസ് 2 × 10⁵ ആണ് ഇൻറ്റു ഈ സ്ട്രെയിൻ വാല്യൂ ഇസിക്കൽ ടു 125 Nm/mm². ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സ്ട്രെയിൻ കണ്ടുപിടിച്ചാൽ അതേ ഇൻറ്റു യങ്സ് മോഡൽസ് ചെയ്താൽ മതി, നമുക്കവിടെ സ്ട്രെസ്സ് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണ്? അടുത്തത് കണ്ടുപിടിക്കാൻ ഇപ്പം നമുക്ക് സ്ട്രെസ്സ് കിട്ടി. ഇനി എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സും സ്ട്രെയിൻ എനർജിയും കിട്ടണം. അപ്പം എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കണം. എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഫോർ 1 dimensional ബാർ എലമെൻറ്റ്. ഇതാണ് എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഇക്വേഷൻ. AE/L ഇൻറ്റു 1 - 1 - 1 1. സോ അതിനകത്ത് എ തന്നിട്ടുണ്ട്, 750 ഏരിയ തന്നിട്ടുണ്ട്, യങ്സ് മോഡലസ് തന്നിട്ടുണ്ട്, L നമുക്ക് 200 അറിയാം. സോ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു മെട്രിക്സ് 1 - 1 - 1 എഴുതുക. അപ്പോൾ കെയുടെ ഒരു മെട്രിക്സ് ഇക്വേഷൻ കിട്ടുന്നു. സോ ദിസ് ഈസ് ദ എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഓക്കെ, ആൻഡ് ഫൈനലി ലാസ്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ലാസ്റ്റായിട്ട് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെയിൻ എനർജിയാണ്. ഈ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ തിയറി പോർഷനിലൊന്നും വന്നിട്ടില്ല. സോ ഈ ഇക്വേഷനാണ് സ്ട്രെയിൻ എനർജിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത്. PDF-നകത്ത് 2.24 PDF നോട്ട് എന്ന് വെച്ചാൽ മൊഡ്യൂൾ 5-ൻ്റെ 6-ൻ്റെ മാത്രമുള്ള ഒരു PDF ഞാൻ തന്നായിരുന്നു. അതിനകത്ത് 2.24 ഇക്വേഷനാണ്. അപ്പോൾ അത് നോക്കിയാൽ അതെങ്ങനെ വന്നെന്നൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് പഠിപ്പിക്കാത്തത്. ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരിക്കുക, പ്രോബ്ലത്തിന് ഇത് പോകുമായിരിക്കും. ഓക്കെ, സോ സ്ട്രെയിൻ എനർജി ഇസിക്കൽ ½ ഇൻറ്റു U ട്രാൻസ്പോസ് ഇൻറ്റു K ഇൻറ്റു U. ഇപ്പോൾ ½ ഇൻറ്റു U ട്രാൻസ്പോസാണ് നമ്മൾക്ക് വേണ്ടത്. U ട്രാൻസ്പോസ് നമ്മൾ U നോർമലി അങ്ങനെ എഴുതുന്നത് U1 U2 എന്നുള്ളതാണ് U നോർമലി എഴുതുന്നത്. അപ്പോൾ U ട്രാൻസ്പോസ് എഴുതുമ്പോൾ നമുക്ക് ഈ രീതിയിൽ വേണം എഴുതാൻ. U1 ½ ഇൻറ്റു U1 U2 ഇൻറ്റു K മെട്രിക്സ് നമുക്കറിയാം. 7. ഈ കിട്ടിയിരിക്കുന്ന ഈ ആൻസർ. സോ 7.5 ഇൻറ്റു 10⁵ ഇൻറ്റു ഈ മെട്രിക്സ് എഴുതുന്നു ഇൻറ്റു U1 U2 എഴുതുന്നു. U1ൻ്റെ U2ൻ്റെ വാല്യൂസ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതുന്നു ഇൻറ്റു 7.5 ഇൻറ്റു ഈ മെട്രിക്സ് ഇത് എഴുതുന്നു ഇൻറ്റു U1 U2. U1 0.5 0.625. ഓക്കെ, അത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ആൻസർ, സ്ട്രെയിൻ എനർജിയുടെ ആൻസർ നമുക്ക് കിട്ടുന്നു. ദാറ്റ് ഈസ് ഇത്രയും വാല്യൂ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എല്ലാ വാല്യൂസും നമുക്ക് കിട്ടുന്നു. സോ ഇതിലൊരു കാണുമ്പോൾ ഇത് വളരെ സിമ്പിളാണ് തോന്നിയാൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതൊക്കെ ഈസി ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, ചുമ്മാ കണ്ട് പോകരുത്, ചെയ്ത് നോക്കിക്കോണം. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം, അടുത്ത പ്രോബ്ലം, മൂന്നാമത്തെ പ്രോബ്ലം. So അടുത്ത പ്രോബ്ലം, എ സ്റ്റീൽ ബാർ ഓഫ് ലെങ്ത് 800 mm is subjected to an axial force of 3 kN as shown in figure. Find the elongation of the bar, neglect the self weight. ഇപ്പോൾ ഈ ഒരു ഹോൾ സ്റ്റീൽ ബാറിൻ്റെ ഇത് തന്നിട്ടുണ്ട്.
ടോട്ടൽ ലെങ്ത് 800 ആണ്. ഇതിൽ ഇവിടെ ഒരു 3 kN ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. യങ്സ് മോഡൽസ് തന്നിട്ടുണ്ട്, ഇവിടെയുള്ള ഏരിയയും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ബാറിനുണ്ടാകുന്ന ഇലോങ്ങേഷനാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സെൽഫ് വെയ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് തന്നെ സെൽഫ് വെയ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യുന്ന സെൽഫ് വെയ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ തന്നിരിക്കുന്ന ഡാറ്റയിൽ എഴുതുന്നു ലെങ്ത് L, ഫോഴ്സ് 3 kN, യങ്സ് മോഡുലസ് E 2 × 10⁵, ഏരിയ 300 mm². ഓക്കെ, എന്നിട്ട് നമുക്കിത് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നോഡൊന്നും തന്നിട്ടില്ല. സോ നോഡൊക്കെ നമുക്ക് വെച്ചാലേ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഈ ഒരു ഫിഗറിനെ ഞാൻ ഇങ്ങനെ വരച്ചു. എന്ന് വെച്ചാൽ 2 എലമെൻ്റ് ആക്കി അതിനെ ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് 800 ആയിരുന്നു. സോ ഇതിനെ 2 എലമെൻ്റ് ആക്കിയപ്പോൾ ഇത് ഫസ്റ്റ് എലമെൻറ്റ്, ഇത് സെക്കൻഡ് എലമെൻറ്റ്. സോ 400 ഡിസ്റ്റൻസ് വെച്ചിട്ട് ഞാൻ ഇതിനെ 2 എലമെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്തു. 2 എലമെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്തപ്പോൾ അവിടെ 3 നോഡ് വന്നു. ഒരു നോഡ് ഇവിടെ വന്നു, ഒരു നോഡ് ഇവിടെ വന്നു, ഒരു നോഡ് ഇവിടെ വന്നു. അപ്പോൾ ഈ തേർഡ് നോഡിലാണ് 3 kN ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ആ ഒരു എലമെൻറ്റിനെ ഞാൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്കിത് 2 ആയിട്ട് വേണം ഡിവൈഡ് ചെയ്യാം, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ now the bar has 2 elements with 3 node. We can find the displacement at node 1, node 2, node 3. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഓരോ നോഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചാണ് നമ്മളിതിൻ്റെ എലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് 1 U1 ആയിട്ട് എടുക്കുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് 2 U2 ആയിട്ട് എടുക്കുന്നു, നോഡ് 3ലെ ഡിസ്പ്ലേസ്മെൻറ്റ് U3 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാം 1 ഡൈമെൻഷണൽ ബാർ എലമെൻറ്റിലോട്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് പഠിച്ച സാധനമാണ്. 2 നോഡുള്ള ഒരു എലമെൻറ്റിൽ, 2 നോഡുള്ള ഒരു ബാർ എലമെൻറ്റിലെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F1 F2 = AE/L × 1 - 1 - 1 × U1 U2. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച ഇക്വേഷൻ, നമ്മൾ ഓൾറെഡി ഇത് എല്ലാം പഠിച്ചതാണ്. സോ ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് 2 നോഡുള്ള ബാർ എലമെൻറ്റിൽ വരുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. സോ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ എലമെൻ്റായിട്ട് സ്റ്റഡി നടത്തുകയാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എലമെൻറ്റ് മാത്രം എടുക്കുന്നു, അതിൻ്റെ ഈ ഇക്വേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് എലമെൻറ്റ് മാത്രം എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇക്വേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ എടുക്കുന്നു, ഫസ്റ്റ് എലമെൻറ്റ് മാത്രം എടുക്കുന്നു. ഫസ്റ്റ് എലമെൻറ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? U1 U2 വരുന്നുണ്ട്, ഡിസ്റ്റൻസ് 400 ആണ് വരുന്നത്. സോ U1 U2 വരുന്നുണ്ട്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 400. സോ ഇവിടെയുള്ള നമ്മുടെ നേരത്തെ ആ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ എഴുതുവാണെങ്കിൽ A1 E/L1 × 1 - 1 - 1 × U1 U2 = F1 F2. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ആ ഫോർമുല അനുസരിച്ച് യങ്സ് മോഡുലസ് ഈ മെറ്റീരിയലിൽ കോമൺ ആയതുകൊണ്ട് E1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, E എന്ന് മാത്രം എഴുതിയാൽ മതി. കാര്യം അടുത്ത എലമെൻറ്റ് എടുക്കുമ്പോഴും ഈ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് സെയിം യങ്സ് മോഡുലസേ വരുന്നുള്ളൂ. സോ അത് നമ്മൾ E ആയിട്ട് മാത്രം എടുക്കുക. ഏരിയ തന്നിട്ടുണ്ട് 300 × യങ്സ് മോഡുലസ് 2 × 10⁵ തന്നിട്ടുണ്ട്. L1ൻ്റെ ലെങ്ത് 400 ഇൻറ്റു ഈ മെട്രിക്സ് അതുപോലെ എഴുതുന്നു ഇൻറ്റു U1 U2 = F1 F2. ഓക്കെ, എന്നിട്ട് ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കിട്ടുന്നു. ഓൾറെഡി നിങ്ങൾക്കറിയാം 1ഉം 2 എലമെൻ്റ് ആണുള്ളത്. സോ ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് A11 ആണ്, സെക്കൻഡ് എലമെൻറ്റ് A12 ആണ്, ഈ താഴത്തെ എലമെൻറ്റ് A21 ആണ്, ഇവിടുത്തെ ഈ എലമെൻറ്റ് A22 ആണ്. ഇൻറ്റു U1 U2 = F1 F2. ഓൾറെഡി നമ്മൾ എലമെൻറ്റ് ഇക്വേഷനൊക്കെ എഴുതുന്ന കണ്ടതാണ്. അടുത്ത സെക്കൻഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് എലമെൻറ്റിൽ വരുന്നത് U2 വരുന്നുണ്ട്, U3 വരുന്നുണ്ട്. സോ ഈ U2 ഇവിടെയും വന്നായിരുന്നു. സോ ആ U2 തന്നെ സെക്കൻഡ് എലമെൻറ്റിലും വരുന്നുണ്ട്. സോ സെക്കൻഡ് എലമെൻറ്റിന് അനുസരിച്ച് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നു. സോ A2 E/L L2 × 1 - 1 - 1 × U2 U3 = F2 F3. ഇതാണ് നമ്മുടെ ഫോർമുല. സോ അതിനനുസരിച്ച് നമ്മൾ വാല്യൂസ് എല്ലാം എഴുതുന്നു. ഏരിയ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് സെയിം ആണ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് L2ൻ്റെ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസും 400 ആണ്. സോ ആ ഡിസ്റ്റൻസ് 400 × 1 - 1 - 1 × നമുക്ക് വരുന്ന നോഡുകൾ ഏതൊക്കെയാണ്? U2 U3 ആണ് നമുക്ക് വരുന്ന നോഡ്. സോ U2 U3 = അടുത്ത നോക്കുന്നു F2 F3. ആ F2 F3 അതുപോലെ തന്നെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിനകത്ത് നമുക്ക് 2 നോഡാണ് വരുന്നത്, 2ഉം 3ഉം ആണ് വരുന്നത്. സോ ഫസ്റ്റ് എലമെൻ്റ് എന്ന് വെച്ചാൽ A22 ആണ്. ഈ 11 കറസ്പോണ്ട്സ് ടു A22, -1 കറസ്പോണ്ട്സ് ടു A23, ഈ -1 കറസ്പോണ്ട്സ് ടു A32, ഈ 1 കറസ്പോണ്ട്സ് ടു A33.
മനസ്സിലായോ? നമ്മൾ ഓൾറെഡി ആ എലമെൻ്റൽ സ്റ്റിഫ്നെസ് ഒക്കെ എഴുതുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആ സെയിം രീതിയിൽ തന്നെ ഇതിനെ എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് F2 F3 എന്നുള്ള ഫോമിൽ നമുക്ക് സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് അസംബിൾ ചെയ്യണം. ഈ സ്റ്റിഫ്നെസ് എല്ലാം കൂടെ നമുക്ക് അസംബിൾ ചെയ്ത് എഴുതണം. ഓക്കെ, സോ അതാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ രണ്ടിടത്തും ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കേസിൽ 150 × 10³ ഉണ്ട്. സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഇക്വേഷനകത്ത് 150 × 10³ ഉണ്ട്. സോ 150 × 10³ കോമൺ എഴുതുന്നു. എന്നിട്ട് A11 ഏതാണ് നമുക്കുള്ളത്? A11 ഉള്ളത് ഇതാണ് 1 അല്ലേ. A12 -1 അതുപോലെ എഴുതുന്നു. 1 -1. A21 ഏതാ ഉള്ളത്? A21 ഇതേ ഉള്ളൂ, -1. ആ -1 അതുപോലെ എഴുതുന്നു, -1. പിന്നെ A22 1+1 എഴുതി. ആ 1+1 എഴുതുന്നത് ഫസ്റ്റ് എലമെൻറ്റിന് A22 ഉണ്ട്, സെക്കൻഡ് എലമെൻറ്റിൽ A22 ഉണ്ട്. സോ ഈ രണ്ട് എലമെൻറ്റും കൂടെ ആഡ് ചെയ്താണ് ഇവിടെ 1+1 എഴുതിയത്. ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു എങ്ങനെ എഴുതുന്നതൊക്കെ. സോ ആ രീതിയിൽ തന്നെ എഴുതുന്നു. ഓക്കെ, ബാക്കി A13 ഇല്ല, അത് 0 എഴുതും. ഇനി A23 നോക്കണം. സോ നമ്മൾ ഈ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി. ഇനി സെക്കൻഡ് എലമെൻറ്റിൽ വരുന്നത് A23 ഉണ്ട്, A32 ഉണ്ട്, A33 ഉണ്ട്. സോ ഇത് -1 -1 1 ആണ് വരുന്നത്. അതതുപോലെ തന്നെ എഴുതും. -1 -1 1. A31 ഇല്ല, അതുകൊണ്ട് അത് 0 എഴുതുന്നു. ഇൻറ്റു ഇവിടെ രണ്ട് എലമെൻറ്റും കൂടെ നമ്മൾ ക്ലബ് ചെയ്തെഴുതണം. U1 ഉണ്ട്, U2 ഉണ്ട്. ഇവിടെ U1 U2 ഉണ്ട്, ഇവിടെ U3 ഉണ്ട്. സോ ടോട്ടൽ വരുന്നത് U1 U2 U3 ഈ മൂന്നെണ്ണമാണ് വരുന്നത്. സോ U1 U2 U3 = F1 F2 F3 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. സോ ഇതിനകത്തെ ഈ മെട്രിക്സ് ഈ 1+1 ആഡ് ചെയ്തൊക്കെ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് ഈ മെട്രിക്സ് ഇങ്ങനെ കിട്ടുന്നു. ഇതാണ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. മനസ്സിലായോ? സോ ഈ മെട്രിക്സിനെ പറയുന്നവരാണ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് വെച്ചാൽ ആ ഹോൾ ബോഡിയുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഈ ബോഡിയുടെ സ്റ്റിഫ്നെസ് ആണ് അതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തത്. സോ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇതാണ്. ഇൻറ്റു U1 U2 U3 = F1 F2 F3. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊക്കെയാണ്? നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ബൗണ്ടറി കണ്ടീഷൻസ്: ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് 1 is 0, ദാറ്റ് ഈസ് U1 = 0. U1 എന്ന് വെച്ചാൽ ഏതാ? ഇതാണ് നോഡ് 1. നോഡ് 1 ഇത് ഫിക്സഡാണ്, അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. സോ നമുക്കത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നോഡ് 1ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് U1 0 ആണെന്നും പറഞ്ഞ് നമുക്ക് വേണേൽ എടുക്കാം. അതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, അടുത്തത് 3 kN ആക്ട്സ് ഓൺ നോഡ് 2. സോ F3 = 3 kN. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഫിഗർ നോക്കുവാണെങ്കിൽ നോഡ് 3യിലാണ് 3 kN ആക്ട് ചെയ്യുന്നത്. സോ F3യുടെ വാല്യൂ 3 kN ആയിട്ട്, നോഡ് 3യിലുള്ള ഫോഴ്സിൻ്റെ വാല്യൂ 3 kN ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ അടുത്തൊരു ബൗണ്ടറി കണ്ടീഷൻ എന്ന് വെച്ചാൽ സെൽഫ് വെയ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ സെൽഫ് വെയ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യുമ്പം നോഡ് 2യിലും നോഡ് 3യിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആയിട്ട് എടുക്കണം. അതാണ് സെൽഫ് വെയ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ F2ഉം F1ഉം 0 ആയിട്ട് എടുക്കണം. നമ്മുടെ ക്വസ്റ്റൻ അത് പറയുന്നുണ്ട്, സെൽഫ് വെയ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യണമെന്ന്. സോ സെൽഫ് വെയ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ട് സെൽഫ് വെയ്റ്റ് ഈസ് നെഗ്ലക്റ്റഡ്. സോ F1 = F2 = 0. അപ്പോൾ ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ്. ഈ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ ഈക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് U1ൻ്റെ വാല്യൂ 0 ആണ്, അതുപോലെ തന്നെ F1 F2 0 ആണ്. F3യുടെ ഇവിടെ 3 kN വരും, അത് നമ്മളെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അങ്ങനെ നമ്മൾ അതിനെ എഴുതുന്നു. സോ U1ൻ്റെ വാല്യൂ 0, U2 U3 ഉണ്ട്, F1 F2 0, F3യുടെ വാല്യൂ ഇത്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഈ 0 വരുന്ന ടേംസ് എല്ലാം മാറ്റി നമ്മളതിനെ ഈ ഒരു കാര്യത്തെ നമ്മൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഹിയർ U1 = 0. സോ നെഗ്ലക്ട് ദ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം ഓഫ് K മെട്രിക്സ്. U1ൻ്റെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നെഗ്ലക്റ്റ് ചെയ്യുക. അതൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നെഗ്ലക്റ്റ് ചെയ്യാം, ബാക്കി മാത്രം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇതൊക്കെ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. 150 × 10³ എന്നിട്ട് ബാക്കിയുള്ള എടുക്കുന്നത് 150 × 10³ ഇൻറ്റു ഇത്രയും പോർഷൻസ് ബാക്കിയുണ്ട്. 2 -1 -1 1 ഇൻറ്റു ഇവിടെ ഇത് നെഗ്ലക്റ്റ് ആയി. സോ U2 U3 = 0, 3 × 10⁻³
ഓക്കെ, എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. സോ ഇവിടെ 150 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു 2 u2 മൈനസ് u3 ഈസിക്കൽ 0 വരും. താഴത്തെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 150 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു മൈനസ് u2 പ്ലസ് u3 ഈസിക്കൽ 3 ഇൻറ്റു 10⁻³ വരും. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ആ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് u2ൻ്റെ വാല്യൂ കിട്ടുന്നു. ഓക്കെ, u2ൻ്റെ വാല്യൂ കിട്ടുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് u3യുടെ വാല്യൂ കിട്ടുന്നു. സോ അങ്ങനെ u2 u3യുടെ വാല്യൂ കിട്ടുന്നു. ഓക്കെ, അപ്പം അത് സോ നമുക്ക് ആ നോട്ട്സിനുള്ള എലോങ്ങേഷൻ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ചൊരു ഫോർമുലയാണിത്, ഡെൽറ്റ L=PL/AE. ആ രീതിയിൽ ഇതിനെ ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. സോ നമുക്ക് ഫണ്ട് പഠിക്കേണ്ടത് അതിൻ്റെ ഇലോങ്ങേഷനാണ്. സോ u3യിൽ വരുന്ന ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് 0.04 mm ആണ്. സോ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫോർമുല നമ്മൾ പഠിച്ച ഒരു ഫോർമുലയാണ്, ഈ ഫോർമുല ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതും ഡെൽറ്റയിൽ 0.04 mm ആണ് വരുന്നത്. സോ നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണ്. സോ നമ്മളിങ്ങനെ എഴുതണം, ഇലോങ്ങേഷൻ അറ്റ് ദ നോഡ് 1, ഇലോങ്ങേഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് 1 അത് ഫിക്സഡ് ആയതുകൊണ്ട് u1 0 ആണ്. നോഡ് 2ൽ വരുന്ന ഇലോങ്ങേഷൻ നമുക്ക് ചെയ്ത് കിട്ടിയത് 0.2 mm എന്നാണ്. ആ 0.2 mm അതുപോലെ എഴുതുന്നു. നോഡ് 3യുടെ ഇലോങ്ങേഷൻ 0.04 mm ആണ്, അത് അതുപോലെ തന്നെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇത് പരീക്ഷാ സമയത്ത് മാത്രം ചെയ്യാൻ പോയാൽ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അടുത്ത പ്രോബ്ലം പറയുന്നത്, കൺസിഡർ എ ബാർ as shown in figure. An axial load of 200 kN is applied at the point. A1 is equal to 2400 mm², E1 A2 E2 ഇതെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ബാർ എലമെൻറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാർ എലമെൻറ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇത് 1 ഫസ്റ്റ് എലമെൻറ്റും ഇത് സെക്കൻഡ് എലമെൻറ്റുമായിട്ടാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഏരിയ തന്നിട്ടുണ്ട് 2400 mm² ആണ് ഏരിയ തന്നിരിക്കുന്നത്. യങ്സ് മോഡുലസ് E1 ഫസ്റ്റ് എലമെൻറ്റിൻ്റെ യങ്സ് മോഡുലസ് 70 × 10⁻⁹ ആണ്. സെക്കൻഡ് എലമെൻറ്റിൻ്റെ യങ്സ് മോഡുലസ് 200 × 10⁻⁹ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഏരിയ 2400 mm² ആണ്. സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഏരിയ 2600 mm² ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്, പോയിൻ്റ് പിയിലെ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ട് എലമെൻറ്റ്സിൻ്റെ ഉള്ള സ്ട്രെസ്സ്, റിയാക്ഷൻ ഫോഴ്സസ്, ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാവുന്ന ഡേറ്റ ഫിഗറൊക്കെ ഒന്ന് മാറ്റി വരയ്ക്കുന്നു. ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റുമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. സോ അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ അവിടെ 3 നോഡ്സ് വരുന്നുണ്ട്, ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്. ഓക്കെ, തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം എഴുതി. A1 A2 L1 L2 ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയാണ്. യങ്സ് മോഡുലസ് 1 യങ്സ് മോഡുലസ് 2. പോയിൻ്റ് പിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 200 × 10⁻³ Nm². ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമ്മളിതിൻ്റെ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് എലമെൻറ്റിൻ്റെ സെപ്പറേറ്റ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഈ രണ്ട് എലമെൻറ്റിൻ്റെ സെപ്പറേറ്റ് ഇക്വേഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് നോഡുള്ള ഒരു എലമെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മളിങ്ങനെ എഴുതുന്നത്, F1 F2 = AE/L × 1 - 1 - 1 × U1 U2 എന്നാണ് നമ്മൾ ആ രണ്ട് നോഡുള്ള എലമെൻറ്റ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം എടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ആ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം എടുത്ത് അതിൻ്റെ ഫോഴ്സസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് മാത്രം എഴുതും. രണ്ട് നോഡുണ്ട്, U1 ഉണ്ട്, നോഡ് 1 ഉണ്ട്, നോഡ് 2 ഉണ്ട്. നോഡ് 1ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് U1 ആയിട്ട് എടുക്കുന്നു, നോഡ് 2ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് U2 ആയിട്ട് എടുക്കുന്നു. നമ്മുടെ ഫിഗറിൽ പറയുന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് 200 kN ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമ്മുടെ നോഡ് 1 ഇവിടെയാണ്, നോഡ് 2 ഇവിടെയാണ്, നോഡ് 3 ഇവിടെയാണ്. സോ നോഡ് 2ലാണ് സത്യം പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഫോഴ്സ് P = 200 kN ഇവിടെ നോഡ് 2ൽ തന്നെയാണ് ആക്ടിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഇതാണ്. A1 E1/L1 = 1 - 1 - 1 × U1 U2 = F1 F2. ഇവിടെ A1 E1 L1 ഒക്കെ സെപ്പറേറ്റ് എഴുതണം. കാര്യം ഇത് രണ്ട് മെറ്റീരിയലാണ്. ക്വസ്റ്റിനകത്ത് A1ൻ്റെ വാല്യൂ, E1ൻ്റെ വാല്യൂ, L1ൻ്റെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. സോ ആ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. A1 2400 × 70 × 10³ / 300 × 1 - 1 - 1 × U1 U2 = F1 F2. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ ഈ ഇക്വേഷനകത്തെ 1 എന്നുള്ളത് A11 ആണ്. നമ്മുടെ മെട്രിക്സിനകത്തെ എലമെൻറ്റ് A11 ആണ്. -1 എന്നുള്ളത് A12 ആണ്. ഈ -1 എന്നുള്ളത് A21 ആണ്. ഈ 1 എന്നുള്ളത് A22 ആണ്. മനസ്സിലായോ? നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ട പോലെ തന്നെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാൻ നേരത്താണ് ഇത് ഏറ്റവും ഉപകരിക്കുന്നത്. സോ ഇതിനകത്തെ
എലമെൻറ്റ് ഫസ്റ്റ് 1 എന്ന് വെച്ചാൽ A11 ആണ്, ഇത് A12, ഇത് A21, ഇത് A22. ആ ഓർഡർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇൻറ്റു നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് U1 U2 ആണ്, ഈസിക്കൽ ടു അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് F1 F2. ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് സെക്കൻഡ് എലമെൻറ്റ് എടുക്കുന്നു. സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻസ് നമുക്ക് എഴുതണം. സോ ആ ഇക്വേഷൻസ് സെക്കൻഡ് എലമെൻറ്റ് ആയതുകൊണ്ട് A2 E2 by L2 ഇൻറ്റു 1 -1 -1 1 ഇൻറ്റു U2 U3. കാര്യം ഇത് സെക്കൻഡ് നോഡും തേർഡ് നോഡും അതുകൊണ്ട് U2 U3 ആണ് വരുന്നത്, ഈസിക്കൽ ടു F2 F3 വരുന്നുണ്ട്. എന്നിട്ട് ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 600 ഇൻറ്റു 200 ഇൻറ്റു 10 ഇതൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു 1 -1 -1 ഇൻറ്റു U2 U3 ഈസിക്കൽ ടു F2 F3 വരുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ 1 × 10⁵ കോമൺ ആയിട്ട് എടുത്തിട്ട് നമുക്കിങ്ങനെ വാല്യൂ കിട്ടും 3 -3 -3 3. ഇതിനകത്തെ 3 എന്നുള്ളത് സെക്കൻഡ് എലമെൻറ്റും സെക്കൻഡ് നോഡും തേർഡ് നോഡും ആയതുകൊണ്ട് 3 എന്നുള്ളത് A22 ആണ്. അടുത്ത എലമെൻറ്റ് A23 ആണ്. അതിൻ്റെ താഴെ വരുന്ന എലമെൻറ്റ് A32 ആണ്. അതിൻ്റെ ഇപ്പുറത്തെ എലമെൻറ്റ് A33 ആണ്. ഇൻറ്റു U2 U3 ഈസിക്കൽ ടു U2 U3 ആണ് കാര്യം, നോഡ് 2 നോഡ് 3 ആണ്. അതുകൊണ്ട് U2 U3 ഈസിക്കൽ ടു F2 F3. ഓക്കെ. എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ഈ ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ നമ്മൾ സം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇതാണ് കിട്ടിയത്. 1 × 10⁵ കോമൺ അവിടെയും വരുന്നുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്. സോ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ എഴുതുന്നു. സോ 1 × 10⁵ രണ്ടിടത്തും വരുന്നുണ്ട്. സോ 1 × 10⁵ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. 1 × 10⁵ കോമൺ എടുക്കുന്നു. A11 A12 A21 അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നത്? A11 വരുന്നത് 5.6, A12 വരുന്നത് -5.6, A21 വരുന്നത് -5.6. അത് അതേപടി എഴുതുന്നു. 5.6 -5.6 -5.6. പിന്നെ A22 വരുന്നത് 5.6 തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ A22 സെക്കൻഡ് എലമെൻറ്റിലും വരുന്നുണ്ട്. ആ സെക്കൻഡ് എലമെൻറ്റ് വരുന്ന A22 ഇവിടെ 3 ആണ്. സോ 5.6 ഫസ്റ്റ് എലമെൻറ്റിൽ വരുന്ന 5.6 പ്ലസ് ഈ സെക്കൻഡ് എലമെൻറ്റ് വരുന്ന 3യും കൂടെ ആഡ് ചെയ്യണം, +3. മനസ്സിലായോ? എന്നിട്ട് അടുത്ത എലമെൻറ്റ് എഴുതുന്നു. A23 എന്ന് പറഞ്ഞാൽ -3 ആണ്, A32 എന്ന് വെച്ചാൽ -3 ആണ്, A33 എന്ന് വെച്ചാൽ 3 ആണ്. എന്നിട്ട് ബാക്കി വരുന്ന എലമെൻറ്റ് 0 0 എഴുതും. ഇൻറ്റു U1 3 നോഡാണ് നമുക്കുള്ളത്. അതിന് ഓരോ നോഡിനും ഓരോ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. സോ U1 U2 U3 ഈക്വൽ ടു F1 F2 F3 ഇങ്ങനെ വരുന്നു. ഓക്കെ. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുക്കുന്നു. അപ്പം ഇത് 5.6 + 3 ഒക്കെ വന്നു, അതൊക്കെ ആഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ 8.6 വരുന്നു. ഇൻറ്റു 3 0 -3 3 ഈസിക്കൽ ഇൻറ്റു U1 U2 U3 ഈസിക്കൽ F1 F2 F3. അപ്പോൾ ഇതിനകത്ത് ഈ മെട്രിക്സ് ആണ് സ്റ്റിഫ്നെസ്സിൻ്റെ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഹോൾ ബോഡിയുടെ സ്റ്റിഫ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ് ഈ ഒരു മെട്രിക്സ്. ഓക്കെ. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ നോഡ് 1 ആൻഡ് നോഡ് 3 ആർ 0. സോ U1 = U3 = 0 എന്ന് വെച്ചാൽ ഇതാണ് നോഡ് 1 ഇവിടാണ്, നോഡ് 3 ഇതാണ്, നോഡ് 2 ഇതാണ്. സോ ഇത് രണ്ടും ഫിക്സഡ് സപ്പോർട്ടാണ്. സോ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും പോസിബിൾ അല്ല, അതുകൊണ്ട് അത് 0 ഇട്ട് കൊടുക്കുന്നു. U1 U3യും 0 കൊടുക്കുന്നു. അടുത്തത് എ ലോഡ് ഓഫ് 200 × 10³ N ഈസ് ആക്ടിങ് അറ്റ് ദ നോഡ് 2. സോ F2 = 10 × 200 × 10⁵3. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോഡ് 2ലാണ് ഈ 200 kN ആക്ട് ചെയ്യുന്നത്. സോ നോഡ് 2ൽ വരുന്ന ഫോഴ്സ് F2, നമ്മൾ ഈ F2 എന്നുള്ള ഫോഴ്സിനെ നമ്മൾ 200 × 10³ എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കണം. പിന്നെ സെൽഫ് വെയ്റ്റ് ഈസ് നെഗ്ലക്റ്റഡ്, ദാറ്റ് ഈസ് F1 F3 = 0. ഓൾറെഡി ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് സെൽഫ് വെയ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇത് ഫിക്സഡുമാണ്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മൾ 0 ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഈ പറയുന്ന ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. പറയുന്ന പോലെ തന്നെ U1 U3 0 ആണ്, U1ൻ്റെ U3ൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുന്നു. F1 F3 0 ആണ്, ആ F1 F3 നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. U2 ഓൾറെഡി ഉണ്ട്, പിന്നെ F2ൻ്റെ വാല്യൂ 2 × 10⁵ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് കഴിഞ്ഞ പ്രോബ്ലമൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുവാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് പറയുന്നത് ഇൻ ദ എബോവ് ഇക്വേഷൻ U1 = 0. സോ നെഗ്ലക്ട് ദ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം ഓഫ് ദ മെട്രിക്സ്. ഇവിടെ നോക്കിക്കേ, U1 0 ആണ്. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നെഗ്ലക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ U3 = 0. സോ നെഗ്ലക്ട് ദ തേർഡ് റോ ആൻഡ് ദ തേർഡ് കോളം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നെഗ്ലക്റ്റ് ചെയ്യണം. അതുപോലെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നെഗ്ലക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ തേർഡ് റോയും തേർഡ് കോളവും നെഗ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ആകെ നമുക്കൊരൊറ്റ കോളമേ വരത്തുള്ളൂ.
ഈ നടുക്കത്തെ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും മാത്രമേ വരത്തുള്ളൂ. സോ അത് മാത്രം എടുത്ത് സോൾവ് ചെയ്താൽ മതി. അത് മാത്രം എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് U2-ൻ്റെ വാല്യൂ കിട്ടും. മനസ്സിലായോ? അപ്പം എവിടെയൊക്കെ 0 വരുന്നുണ്ടെന്ന് നോക്കുക. കാര്യം അത് നമ്മൾ ആ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടെ നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് ചെയ്യാൻ പോയാൽ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ആൻസർ കിട്ടത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ലോജിക്കലായിട്ടുള്ളൊരു ആൻസർ കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോഴെല്ലാം എവിടെയൊക്കെ 0 വരുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റോയും കോളവും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. സോ നമ്മൾ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് U2-ൻ്റെ വാല്യൂ നമുക്ക് 0.325 mm കിട്ടുന്നു. പിന്നെ നമുക്ക് ഓരോ എലമെൻറ്റിലെ സ്ട്രെയിൻ കണ്ടുപിടിക്കണം. ഓരോ എലമെൻറ്റിൻ്റെ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എമോസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് ഇസിക്കൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു du/dx പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എലമെൻറ്റ് 1 കൺസിഡർ ചെയ്യുന്നു. എലമെൻറ്റ് 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഈ നമുക്ക് 2 എലമെൻറ്റാണ് ഇവിടെ ഉള്ളത്. എലമെൻറ്റ് 1 ഉണ്ട്, എലമെൻറ്റ് 2 ഉണ്ട്. രണ്ടിനും 2 യങ്സ് മോഡുലസാണ് ഉള്ളത്. സോ എലമെൻറ്റ് 1 എടുക്കുവാണെങ്കിൽ E1 ഇൻറ്റു du-ൻ്റെ വാല്യൂ U2 മൈനസ് U1 ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് L1 ആണ്. സോ ആ L1 എഴുതുന്നു ഈസിക്കൽ ടു യങ്സ് മോഡുലസ് 70 × 10³ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. U2 ഇപ്പം നമുക്ക് കിട്ടി. U1 എന്ന വാല്യൂ 0 ആണ്. കാര്യം നമുക്ക് ആ നോഡ് 1-ലെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഡിവൈഡഡ് ബൈ L1-ൻ്റെ വാല്യൂ 300 കിട്ടി. സോ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്കിത് കിട്ടുന്നു. അടുത്ത എലമെൻറ്റ് 2 എടുക്കുന്നു. എലമെൻറ്റ് 2 എടുക്കുവാണെങ്കിൽ സ്ട്രെസ് ഈസിക്കൽ ടു E2 ഇൻറ്റു എലമെൻറ്റ് 2-ൽ വരുന്ന 2 ഡിസ്പ്ലേസ്മെൻ്റാണ് ഉള്ളത്. എലമെൻറ്റ് 2 വരുവാണെങ്കിൽ ഇവിടെ U2 വരുന്നുണ്ട്, U3 വരുന്നുണ്ട്, U2 വരുന്നുണ്ട്. സോ ആ 2 കാര്യങ്ങളാണ് അവിടെ എടുക്കേണ്ടത്. E2 ഇൻറ്റു U3 മൈനസ് U2 ബൈ ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് L2. ആ L2-ൻ്റെ വാല്യൂ എത്ര വരുന്നുണ്ട്? 400. സോ ആ 400 എഴുതുന്നു. U3-ൻ്റെ വാല്യൂ 0 ആണ്, U2-ൻ്റെ വാല്യൂ 0.2325 ആണ്. സോ അങ്ങനെ കിട്ടുമ്പോൾ സ്ട്രെസ്സ് മൈനസ് വാല്യൂ ആണ് കിട്ടുന്നത്. അത് കംപ്രസീവ് സ്ട്രെസ്സാണ്. അതുകൊണ്ടാണ് അത് മൈനസ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രെസ്സും കിട്ടി, സ്ട്രെസ്സിൻ്റെ വാല്യൂസും നമുക്ക് കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടി. ഇനി റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കണം. റിയാക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ. റിയാക്ഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് ഒപ്പോസിങ് ആയിട്ടുള്ള വരുന്ന ഒരു ഓപ്പോസിറ്റ് ഫോഴ്സാണ് റിയാക്ഷൻ ഫോഴ്സായിട്ട് നമ്മൾ നോർമലി പറയുന്നത്. അപ്പം ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എലമെൻറ്റിൽ ഈ ഒരു ഫോഴ്സ് എല്ലാം കൂടി വരുമ്പോൾ അതൊരു റെസിസ്റ്റീവ് ഫോഴ്സ് കൊടുക്കുന്നതിന് ആ ഒരു റെസിസ്റ്റീവ് ആ ഒരു എലമെൻറ്റ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. ആ ഒരു 2 എലമെൻറ്റ്സിനും നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് റിയാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ വെച്ചാൽ എഫ് നമുക്ക് KX ആയിട്ടാണ് നമ്മൾ ഫിസിക്കൽ KX എന്നുള്ള വാല്യൂ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഈ എലമെൻറ്റിൽ വരുന്ന ഫോഴ്സ് എത്രയാൻ നോക്കുന്നു? K ഇൻറ്റു എക്സ്. K ഇൻറ്റു U ആണ്. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് U ആയിട്ട് എടുക്കുന്നു. അപ്പോൾ KU മൈനസ് F എടുത്താൽ മതി നമുക്ക് വരുന്ന റിയാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ. മനസ്സിലായോ? ഇപ്പോൾ ഫിസിക്കൽ KX എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷനാണ് KX, ഫിസിക്കൽ KX. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആ സ്റ്റിഫ്നെസ് ഇൻറ്റു അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് F1 എടുത്താൽ അവിടെ വരുന്ന റിയാക്ഷൻ ഫോഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. സോ ആ ഫോമുല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ കെയുടെ മെട്രിക്സ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് അല്ലേ? നേരത്തെ ആ 1 ഇൻറ്റു ഈ മെട്രിക്സാണ് K മെട്രിക്സ്. സോ ആ K മെട്രിക്സ് തന്നെ യൂസ് ചെയ്യുന്നു. 1 ഇൻറ്റു 10⁵ ഇൻറ്റു ആ മെട്രിക്സ് ഇൻറ്റു U1 U2 U3. അത് 3 നോഡുണ്ട്. അതുകൊണ്ട് U1 U2 U3 മൈനസ് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1 F2 F3. ഇതാണ് നമ്മുടെ റിയാക്റ്റീവ് ഫോഴ്സ്. എന്നിട്ട് അത് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോൾ U1 U3 ഓൾറെഡി 0 ആണെന്ന് നമുക്കറിയാം. F1 F3 0 ആണെന്നറിയാം. F2 വരുന്ന ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2 × 10⁵ ആണെന്നറിയാം. സോ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ടത് ഫൈനലി സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്തൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഞാനത് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. ഓക്കെ, അത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് റിയാക്റ്റീവ് ഫോഴ്സസ് ഇങ്ങനെ വരുന്നുണ്ട്. R1 = -1.302 × 10⁵. R2-ന് 0, R3-യുടെ വാല്യൂ ഇങ്ങനെ വരുന്നു. സോ ദിസ് ഈസ് ദ റിയാക്റ്റീവ് ഫോഴ്സ്. മനസ്സിലായോ? R2 0 വരാൻ കാര്യം ഇവിടെ 2 ഈ 2 - 2 × 10⁵ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ 1 × 10⁵. അപ്പോൾ 2 × 10⁵ - 2 × 10⁵ വരും. അതുകൊണ്ടാണ് R2 0 വരുന്നത്. ബാക്കിയുള്ള വാല്യൂസൊക്കെ അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ ഫോഴ്സസ്. പിന്നെ ഇത് നമുക്ക് കിട്ടിയാൽ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഈ റിയാക്ഷൻ ഫോഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടി. നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ പോയിൻ്റ് U2 നമുക്ക് കിട്ടി, സ്ട്രെസ്സിൻ്റെ ഓരോ മെറ്റീരിയലിലെ സ്ട്രെസ്സ് കിട്ടി, റിയാക്ഷൻ ഫോഴ്സസും കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോബ്ലം എല്ലാം ചെയ്യേണ്ടത്. So coming to the last problem, ഇവിടെ പറയുന്നത് a tin steel plate of uniform thickness 25 mm is subjected to a point load of 420 Newton at the mid depth as shown in figure. ഇപ്പോൾ ഈ ഫിഗറിൽ കണ്ടോ, ഇതൊരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്ലേറ്റ് ഇതിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ 25 mm ആണ്. ഈ സബ്ജക്റ്റ് ടു എ പോയിൻറ്റ് ലോഡ്, ഈ പോയിൻറ്റ് ലോഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ലോഡാണ് 420 Newton at mid depth as shown in figure. The plate is also subjected to self weight. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ സെൽഫ് വെയ്റ്റിൻ്റെ ഒക്കെ ഡെറിവേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പ്ലേറ്റിൽ ഒരു സെൽഫ് വെയ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ദ യങ്സ് മോഡുലസ് ഈസ് 2 × 10⁵ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, വെയ്റ്റ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ഈച്ച് നോഡൽ പോയിൻറ്റ്. ഓരോ നോഡൽ പോയിൻറ്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കണം, ഓരോ എലമെൻറ്റിലുള്ള സ്ട്രെസ്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ സെൽഫ് വെയ്റ്റും കൂടെ ആഡ് ചെയ്യുന്നു, സെൽഫ് വെയ്റ്റും കൂടെ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം കുറച്ചുകൂടെ ഒന്ന് കോംപ്ലക്സ് ആവും, എന്നാലും വലിയ പാടൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗർ സെപ്പറേറ്റ് ഒന്ന് വരച്ചു. എന്നിട്ട് അതിനെ 2 എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 2 എലമെൻറ്റ്സ് ആയപ്പോൾ നമുക്ക് ഇവിടെ ഒരു നോഡ് വന്നു, നോഡ് 1 ഇവിടെ വരുന്നുണ്ട്, നോഡ് 2 ഇവിടെ വരുന്നുണ്ട്, നോഡ് 3 ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നോഡ് 2-ലായിരിക്കും ഈ 420 Newton ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ കിട്ടിയ ഡേറ്റ എല്ലാം ഒന്ന് എടുത്തെഴുതുന്നു. ദെൻ നമുക്കറിയാം the steel plate is subjected to self weight, so we have to find the body force acting at the nodal point 1, 2 and 3. അപ്പോൾ ഈ സെൽഫ് വെയ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെൽഫ് വെയ്റ്റിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ പഠിപ്പിച്ചതിനകത്ത് ബോഡി ഫോഴ്സ് വെക്ടർ F = ρ A1L × 2 × 1 എന്നുള്ളൊരു ഡെറിവേഷനൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പഴയ ആ ഒരു ഡെറിവേഷൻ പാർട്ടൊന്ന് നോക്കുക. ഒരു ബോഡിയിലോട്ട് സെൽഫ് വെയ്റ്റ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള ഒരു ഡെറിവേഷനൊക്കെ നമ്മൾ പഠിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, കണ്ടോ, ഇവിടെ ആ സെൽഫ് വെയ്റ്റ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡെറിവേഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കണ്ടോ, ഫോഴ്സ് വെക്ടർ F = ρ A1L/2 × 1 അല്ലേ. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ അവിടെ എഴുതുന്നത്. സോ ആ ഇക്വേഷൻ നോക്കുക, ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ നമ്മൾ ആ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. സോ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മളിവിടെ എഴുതുന്നു ρ AL/2 × മെട്രിക്സ് 1 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റിൽ 2 നോഡുണ്ട്, 1 ഉം 2 ഉം ഉണ്ട്. സോ ഫസ്റ്റ് എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് F1 F2 = ρ1 A1 L1. ഫസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് ρ1 A1 L1/2 എന്ന് എഴുതുന്നു × 1 1. ρ1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, A1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, L1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. റോ തന്നിട്ടുണ്ട്, A1 ഉണ്ട്, അതുപോലെ തന്നെ L1ൻ്റെ വാല്യൂ ഫിഗറിൽ നമുക്ക് കിട്ടും. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് F1 F2ൻ്റെ വാല്യൂ നമുക്ക് 20 × മെട്രിക്സ് 1 1 കിട്ടുന്നു. F1 F2 20 20 വരുന്നു. ഓക്കെ, അടുത്ത എലമെൻറ്റ് നോക്കുന്നു. അടുത്ത എലമെൻ്റ് എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് എലമെൻറ്റ്, നോഡ് 2 ഉണ്ട്, നോഡ് 3 ഉണ്ട്, ഒരു 420 Newton ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ആ സെക്കൻഡ് എലമെൻ്റ് എടുക്കുന്നു. അതിൻ്റെ ഇക്വേഷൻ നമ്മളിങ്ങനെ എഴുതുന്നു F2 F3 = ρ A2 L2/2 × 1 1. റോ 2 0.8 തന്നെയാണ്, × 10⁻⁴ × A2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, L2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, /2 × 1 1 വരുന്നു. അപ്പോൾ 16 വരുന്നു. F2 F3 16 16 എന്ന് വരുന്നു. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫോഴ്സ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് എഴുതുന്നു. കാര്യം ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഫോഴ്സ് വന്നപ്പോൾ F1 F2 വരുന്നുണ്ട്, സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഫോഴ്സ് എഴുതിയപ്പോൾ F2 F3 വരുന്നുണ്ട്. സോ F2 രണ്ടിടത്തും കോമണാണ്. സോ നമ്മൾ ആ ഫോഴ്സ് വെക്ടർ ഇക്വേഷൻ, ഫോഴ്സ് വെക്ടർ മെട്രിക്സ് നമ്മളിങ്ങനെ എഴുതുന്നു F1 F2 F3 = F1ൻ്റെ വാല്യൂ എത്രയായിരുന്നു? F1ൻ്റെ വാല്യൂ 20, F2ൻ്റെ വാല്യൂ 20 ആയിരുന്നു വന്നിരുന്നത്. സോ F1ൻ്റെ വാല്യൂ 20, F2ൻ്റെ വാല്യൂ 20 പ്ലസ് ഇവിടുത്തെ F2 കൂടെ ആഡ് ചെയ്യണം, 20 + 16. F3യുടെ വാല്യൂ 16 = 20 36 16 ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആ ഒരു ബോഡിയിൽ വരുന്ന ഫോഴ്സസ്. ഇത് കൂടാതെ ഒരു അഡീഷണൽ ഫോഴ്സും കൂടെ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഏതാ? ഈ നോഡ് 2-ൽ ഒരു 420 Newton ആക്ട് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമ്മൾ ഈ ഫോഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടണം. മനസ്സിലായോ? അപ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് A point 420 Newton acts at the mid depth at the nodal point 2. So F1 F2 F3 നമുക്ക് ഇങ്ങനെ എഴുതാം
F1 മാറ്റമൊന്നുമില്ല. F2 36 പ്ലസ് 420 വരുന്നുണ്ട്. F3യുടെ വാല്യൂ 16 വരുന്നുണ്ട്. സോ ഗ്ലോബൽ ഫോഴ്സ് വെക്ടർ എന്ന് പറയുന്നത് 20, 456, 16 ഇതാണ് ഗ്ലോബൽ ഫോഴ്സ് വെക്ടർ. ഈ ഒരു അഡീഷണൽ കാര്യം മാത്രമേ ഈ പ്രോബ്ലത്തിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ഇനിയും ബാക്കി എല്ലാം പഴയ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത ആ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഇനി ബാക്കി എന്താ ചെയ്യേണ്ടത്? ഓരോ എലമെൻറ്റിൻ്റെ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. F1 F2 AE/L × 1 - 1 - 1 × U1 U2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുന്നു. അതിൽ 2 നോഡുണ്ട്, U1 ഉണ്ട്, U2 ഉണ്ട്. അതിൽ വരുന്ന ഫോഴ്സസ് F1 F2 ഉണ്ട്. സോ A1 E1/L1 × മെട്രിക്സ് 1 - 1 - 1 × U1 U2 F1 F2. സോ A1ൻ്റെ വാല്യൂ അറിയാം, E അറിയാം, L1 അറിയാം. 1 - 1 - 1 × U1 U2 F1 F2 വരുന്നുണ്ട്. അതിൽ നമ്മൾ പിന്നെ അതിനെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 2 × 10⁵ ടേംസിൽ എഴുതുന്നു. 12.5 - 12.5 - 12.5 12.5 × U1 U2 F1 F2 എന്ന് വരുന്നു. അപ്പോൾ ഈ 1 2 ഇട്ടേക്കുന്ന റോയും കോളവും കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ എന്നുള്ളത് ജസ്റ്റ് ആ ഒരു നമ്മൾ ആ ഗ്ലോബൽ മെട്രിക്സ് എഴുതുമ്പോൾ നമുക്കൊരു സഹായകരമാകാൻ വേണ്ടിയാണ് ഇവരിതിങ്ങനെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത എലമെൻ്റ് എടുക്കുന്നു. അടുത്ത എലമെൻറ്റിൽ 2 നോഡാണുള്ളത്, 2 ഉണ്ട്, 3 ഉണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ എഴുതാം. A2 E2/L2 × 1 - 1 - 1 × U2. 2 ആക്ട് ചെയ്യുന്ന നോഡ്സ് 2ഉം 3ഉം. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് U2 U3 F2 F3 എന്ന് വരും. അവിടെ A2ൻ്റെയും E2ൻ്റെ എല്ലാം വാല്യൂ നമുക്ക് കൊടുക്കുന്നു. L2ൻ്റെ വാല്യൂ നമുക്കറിയാം 200 ആണെന്നറിയാം. × 1 - 1 - 1 × U2 U3 F2 F3 എന്ന് വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. അതും 2 × 10⁵ കോമൺ എടുക്കുകയാണെങ്കിൽ ഈ ഫോമിൽ നമുക്ക് കിട്ടും. ഇത് സെക്കൻഡ് കോളവും ഇത് തേർഡ് കോളവുമാണ്. ഇത് സെക്കൻഡ് റോയും ഇത് തേർഡ് റോയുമാണ്. F2 F3. സെക്കൻഡ് തേർഡ് നോഡായതുകൊണ്ട് F2 F3 ആണ് വരുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതുന്നു. രണ്ടിടത്തും 2 × 10⁵ കോമൺ ആണ്. സോ 2 × 10⁵ എഴുതുന്നു. എന്നിട്ട് ഫസ്റ്റ് എലമെൻറ്റ് നോക്കുന്നു. അതിൽ 12.5 - 12.5 - 12.5 ഇത്ര എണ്ണം നമുക്ക് എഴുതുന്നതിന് കുഴപ്പമില്ല, അതുപോലെ എഴുതുന്നു. സോ 12.5 - 12.5 അതുപോലെ എഴുതുന്നു. പിന്നെ അടുത്ത ഈ സെക്കൻഡ് എലമെൻറ്റ് ഇത് A22 ആണ്. ഈ A22 അടുത്ത എലമെൻറ്റിലും വരുന്നുണ്ട്. ഫസ്റ്റ് എലമെൻറ്റിലുള്ള A22 ഇതാണ് 12.5. അതിൻ്റെ കൂടെ ഒരു 10ഉം കൂടെ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് 12.5 + 10 ഇവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? എന്നിട്ട് -10 ഇവിടെ എഴുതുന്നു, ഈ -10 ഇവിടെ വരുന്നു, ഈ 10 ഇവിടെ എഴുതുന്നു, ഇവിടെ 0 ഇടുന്നു. × U1 U2 U3 F1 F2 F3 വരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഇക്വേഷനെ ഒന്ന് സം ചെയ്തൊക്കെ എഴുതുന്നു. ഇവിടെ 12.5 + 10 വരുന്നുണ്ട്. അതിനൊക്കെ ഒന്ന് സം ചെയ്ത് 22.5 വരുന്നു. നമ്മുടെ U1 U2 U3 F1 F2 F3 വരുന്നു. ഓക്കെ, ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബൗണ്ടറി കണ്ടീഷൻസ് ഇതാണ്. അറ്റ് ദ നോഡ് 1 ഡിസ്പ്ലേസ്മെൻറ്റ് U1 0. നോഡ് 1ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, നോഡ് 1 എന്ന് വെച്ചാൽ ഇതാണ്, ഫിക്സഡ് ആണ്. സോ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നും വരുന്നില്ല. സോ U1 നമ്മൾ 0 കൊടുക്കണം. സോ 0 കൊടുക്കുന്നു. U2 U3 ഈ F1 F2 F3 ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഏതാ വാല്യൂ? F1 F2 F3 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസാണ്. F1 F2 F3 20, 456, 16. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? സോ 20, 456, 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നോക്കുക, ഇവിടെ 0 ആണ്. സോ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. ബാക്കി അപ്പോൾ ഇത്രയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. 2 × 10⁵ × 22.5 - 10 10 × U2 U3 ഇത് നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ 456, 16 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ U2ൻ്റെ U3യുടെ ടേംസിൽ നമുക്ക് 2 ഇക്വേഷൻസ് വരുന്നുണ്ട്. ആ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് U2ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, U2ൻ്റെ വാല്യൂ കിട്ടുമ്പോൾ ഈ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കതിൻ്റെ U3യുടെ വാല്യൂവും കിട്ടും. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. കാര്യം പറയുന്ന പോലെ അത്ര സിമ്പിളല്ല. നമ്മളൊരു പ്രോബ്ലം ചെയ്ത് വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ നോട്ട്സിലും ആക്ട് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഓരോരുത്തരെയും സ്ട്രെസ്സും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത ആ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. സ്ട്രെസ് E × du/dx. സോ സ്ട്രെസ് അറ്റ് ദ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സ്ട്രെസ് σ1 E × U2 - U1/L1 കൊടുക്കുന്നു. ഇയുടെ വാല്യൂ അറിയാം,
ഇൻറ്റു u2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. u2വിൻ്റെ വാല്യൂ ഈ കിട്ടുന്ന വാല്യൂ 1 × 10⁻⁴ അല്ലേ, ആ വാല്യൂ കൊടുക്കുന്നു മൈനസ് u1ൻ്റെ വാല്യൂ 0 ആണ്, ആ 0 കൊടുക്കുന്നു ബൈ L1 200 ആണ്. സോ ആ വാല്യൂ σ1 ഇങ്ങനെ കിട്ടുന്നു. σ2 അതുപോലെ തന്നെ ഈ ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന നോഡ് 2ഉം 3ഉം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് u3 - u2 ബൈ L2 കൊടുക്കുന്നു. 2 × 10⁵ തന്നെയാണ് നമ്മുടെ യങ്സ് മോഡുലസ് ഇൻറ്റു u2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ വാല്യൂ മൈനസ് u3യുടെ വാല്യൂ ഈ വാല്യൂവാണ് കിട്ടിയിരിക്കുന്നത്. സോ u3 - u2 ബൈ L2 ചെയ്യുന്നു. സോ σ2 ഈ വാല്യൂയും കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആ പ്രോബ്ലം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. നിങ്ങൾ ആ തിയറി പാർട്ട് നല്ല രീതിയിൽ പക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ മൊഡ്യൂൾ 5 ഇത്രയേ ഉള്ളൂ. മൊഡ്യൂൾ 6 അടുത്ത വീഡിയോസ് ഞാൻ അടുത്തൊരു ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് പഠിക്കുക. നമുക്കിനി ക്ലാസ് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും ഡൗട്ടാണ്. അപ്പോൾ അധികം സമയം കളയാതെ ഉള്ള സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ പ്രോബ്ലം ഇത്രയും പ്രോബ്ലം ഈ PPT പറയുന്ന ഇത്രയും പ്രോബ്ലം എങ്കിലും നല്ല രീതിയിൽ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മിക്ക പ്രോബ്ലവും നമുക്ക് ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ഒരുവിധം ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി.